ഹലോ ഗായ്സ്, വർക്കിൻ്റെ ഇടയിലാണ്. എന്നാലും കുഴപ്പമില്ല, ഇതിനായിട്ട് ഞാൻ ഇറങ്ങി. അത് കാണുമ്പോൾ തന്നെ ഒരു സ്പൈസി ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. ഓ വണ്ടർഫുൾ. നമ്മൾ എന്തിനാ ജീവിക്കണേ? നല്ല ഫുഡ് കഴിക്കാൻ. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഈലിങ്ങിലാണ്. ഈലിങ്ങിൽ നമ്മുടെ ചർച്ച ഉണ്ടോ? ചർച്ചിൻ്റെ ഏതാണ്ട് അടുത്തായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ ഇന്ന് ശനിയാഴ്ച, ഇന്നൊരു കുറേ ഫുഡ് സ്റ്റാൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ വെള്ളിയാഴ്ചയും ശനിയാഴ്ച ഇപ്പോൾ ഇന്നാളൊരു 1-2 മാസമായിട്ട് ഇപ്പോൾ തുടങ്ങിയാന്ന് തോന്നുന്നു. എല്ലാ ഈ 2 ദിവസങ്ങളും കാണാറുണ്ട്. ഞാൻ എപ്പോഴും ഇതിൽ കൂടി ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണം, വന്ന് കഴിക്കണം എന്നൊക്കെ. അപ്പം അതിന് സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇന്ന് ഇറങ്ങി. വർക്കിൻ്റെ ഇടയിലാണ്. എന്നാലും കുഴപ്പമില്ല, ഇതിനായിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ ഓരോ ഷോപ്പിൽ കുറേ ഉണ്ട്. തായ് ഉണ്ട്, കൊറിയൻ ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്, നൈജീരിയൻ ഉണ്ട്, ഗ്രീക്ക് ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി കൈൻഡ്സ് ഓഫ് ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്താല്ലേ നമ്മളെ ലൈഫ് നമ്മൾ എവിടേക്കാണ് കൊണ്ടെത്തിക്കണേ? ഞാനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വേറൊരു രാജ്യത്ത് പോയി ജീവിക്കും, അച്ഛനെയും അമ്മേനെയും അനിയന്മാരെയൊക്കെ വിട്ട് വേറൊരു കൺട്രിയിൽ വന്നിങ്ങനെ ജീവിക്കുന്നു. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. കാലം നമ്മളെങ്ങനെ കൊണ്ടെത്തിക്കും, അങ്ങ് ദൂരെ UK. എൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. നിങ്ങളൊക്കെ വിചാരിക്കണം പാവ വിഷ്ണു അവിടെ എങ്ങനെയാണ് ജീവിക്കണം, ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുന്നുണ്ടാവും, ആരായിരിക്കും വെച്ചുണ്ടാക്കി കൊടുക്കുന്നത്, എന്തായിരിക്കും കഴിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ വേണോ, ഇറ്റാലിയൻ വേണോ, ജാപ്പനീസ് വേണോ, ആഫ്രിക്കൻ വേണോ, അന്റാർട്ടിക്കൻ വേണോ, അങ്ങനെ എല്ലാതരം ഫുഡുകളും ഇപ്പോൾ ഇവിടെ കിട്ടും. പക്ഷേ സത്യം പറഞ്ഞാൽ UK ഒരുപാട് മാറി എന്ന് പറയാൻ പണ്ട് എത്രത്തോളം ഉണ്ടായെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ വന്നതിന് പിന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയില്ലേ, അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഞാൻ ഈ വെസ്റ്റ് ലണ്ടൻ സൈഡിലുള്ളത്. ഇവിടെ അത്ര കേരള ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല. അതെ നിങ്ങളിപ്പോൾ ചിന്തിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി. സത്യമാണ്, നല്ല സ്കോപ്പ് ഉണ്ട് ഇവിടെ. ഇപ്പം അത്യാവശ്യം മല്ലൂസൊക്കെ ഈ സൈഡുണ്ട്. അപ്പോൾ ഒരു കേരള ഹോട്ടൽ ഇവിടെ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വിജയിക്കും. നല്ല രീതിക്കുള്ള കച്ചവടം കാര്യങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമുക്ക് നല്ല മല്ലു ഫുഡൊക്കെ കഴിക്കണം, നമ്മൾ ഈസ്റ്റ് ഹാമോ അല്ലെങ്കിൽ ഇൽഫോർഡോ ഒക്കെ പോകണം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു മല്ലു ഹോട്ടൽ തുടങ്ങിയാൽ മെച്ചപ്പെടാണ്ടിരിക്കില്ല. ഇപ്പം അങ്ങനെ കേരള ഫുഡ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാ ഫുഡും ഞാനിപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ കുറേ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ കൊതിയാവും. ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്ന് എത്തിയത് ഒരു നൈജീരിയൻ ഫുഡായിരുന്നു. നൈജ സ്ട്രീറ്റ് ഫുഡ് എന്നായിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ് ചെന്നെത്തിയത്. നല്ല ചുവന്ന കളറുള്ള ഒരു റൈസും, അത് കാണുമ്പോൾ തന്നെ ഒരു സ്പൈസി ഒരു ടൈപ്പാണെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ കൊതിയാവണം. അപ്പോൾ അത് നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഞാൻ നോക്കിയിട്ട് പറയാം കഴിച്ചിട്ട്. ഓക്കെ. സത്യത്തിൽ ഞാനൊരു പ്യൂർ നോൺ വെജിറ്റേറിയൻ ആണ്. എനിക്ക് വെജിറ്റേറിയൻ മാത്രമുള്ള ഫുഡ് കണ്ടാൽ ചിലപ്പോൾ ദഹിച്ചെന്നേ വരില്ല. അതുകൊണ്ട് എനിക്ക് എല്ലതും ഇങ്ങനെ കടിച്ച് പറിക്കാൻ കിട്ടിയ സന്തോഷം. കുറേ കടകൾ കയറി ഇറങ്ങിയെങ്കിലും എൻ്റെ കണ്ണ് പോയി തടഞ്ഞത് ഈ ഷോപ്പിലാണ്. ഞാൻ ഓർഡർ ചെയ്തത് ജോലോഫ് ബോക്സിലെ ബീഫ് എന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് ബീഫ്. ഇറ്റ് ഈസ് ജോലോഫ് റൈസ്, ഫ്രഷ് സലാഡ് ആൻഡ് പ്ലാന്റേജ്. ഈ സാധനം കിട്ടിയിട്ടുണ്ട്. ഹായ്. അപ്പോൾ ഇവിടെ ഉച്ചക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഉച്ചക്ക് ഞാൻ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഉച്ചക്ക് വന്ന് കയറാമെന്ന് വെച്ചപ്പോൾ നല്ല തിരക്ക്. ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 3 മണിയായി. ഇപ്പോൾ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാൻ തന്നെ നല്ല കൊതിയായി പോകും. എന്താ വെച്ചാൽ അത്രയും ആൾക്കാർ അവിടെ ഇരുന്ന് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡാണ് കഴിക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സമയം എനിക്കില്ല. എനിക്കിപ്പോൾ അടുത്ത കോളിന് പോകണം. അപ്പോൾ ആ സമയത്ത് എത്തണം അവിടെ. അപ്പോൾ ഇവിടുന്ന് ബസ് ഏത് സമയത്ത് എനിക്ക് കിട്ടാമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇറങ്ങി, ഇപ്പോൾ ബസ് എടുത്ത് അവിടെ ഒരു പാർക്കുണ്ട്. ഞാനിപ്പോൾ പോകാൻ പോകുന്ന വീട്ടിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കണത്. അപ്പോൾ ഞാനിനി ഇത് തുറക്കുമ്പോൾ കാണിച്ചുതരാം. ഓക്കെ. ഈലിങ്ങിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പള്ളിയാണ്. വലിയ പള്ളിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതുപോലെ തോന്നുമായിരിക്കും. ബ്രോഡ്ബാൻഡ് സൈഡിലായിട്ട് എപ്പോഴും കുറേ കലാകാരന്മാരെ നമുക്ക് കാണാൻ പറ്റും. മൈക്കും സ്പീക്കറും ബാണ്ടക്കെട്ടൊക്കെ ആയിട്ടേ. ഇപ്പം നടന്ന് നേരെ ആ ബസ് സ്റ്റോപ്പ് വരെ പോകണം.
ഈലിംഗ് ബ്രോഡ്വേന്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പാണിത്. എൻ്റെ പണി ഈ ചുറ്റുവട്ടത്തിനായതുകൊണ്ടേ അധികവും ഞാൻ ബസ് പിടിക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. എല്ലായിടത്തും പോലെ തന്നെ രാവിലെയും വൈകുന്നേരവും പീക്ക് ടൈമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർ ഇടിച്ചും പിടിച്ചൊന്നും ബസ് കയറൂല. എല്ലാവരും ക്യൂ പാലിച്ച് സൗമ്യമായിട്ട് ബസ് കയറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ക്ലയൻറ്റിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഇവിടെ ഇരുന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ റെഡ് കളർ റൈസ് സോസൊക്കെ ഇട്ടിട്ട് സ്പൈസി ആണെന്ന് തോന്നുന്നു. ബീഫാണ് ഞാൻ ഓർഡർ ചെയ്തത്. പ്രോൺസ് ആണെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല ഗൈസ്. കുറച്ച് സാലഡും പിന്നെ സോസും. ഇപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. റൈസിന് വലിയ വികാരമൊന്നുമില്ല, കുറച്ച് എരിവുണ്ടെന്നേ ഉള്ളൂ. ബീഫ് കൂട്ടി അടിച്ചു നോക്കാം. ബീഫ് കൂട്ടി അടിക്കുമ്പോൾ കൊള്ളാം. ഞാൻ മൈക്കും ട്രൈപോഡൊന്നും എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതെന്താ സാധനം എന്നറിയില്ല. ഇത് പഴമാണോ ഇത്? പഴം പൊരിച്ചത്. ഓ വണ്ടർഫുൾ. ഇത് നോക്കിക്കണം. ഞാൻ കഴിക്കട്ടെ. ബൈ ബൈ. നല്ല മുരിഞ്ഞ പഴംപൊരി. പഴംപൊരി അല്ല, പഴം നമ്മളിങ്ങനെ മറ്റേ ഇതിലാണ്ട് വറക്കൂലേ. കഴിഞ്ഞു. ബൈ. ഗൈസ് ഫുഡ് നല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ, ക്വാണ്ടിറ്റി പോരായിരുന്നു. നല്ല ആസ്വദിച്ച് വന്ന് കഴിച്ച് വരുമ്പോഴാണ് സാധനം തീർന്നത്. സങ്കടമുണ്ട്, തികഞ്ഞില്ല. ഇനിയിപ്പോൾ കുറച്ചായിട്ട് പിന്നെ എന്തെങ്കിലും നമ്മളെന്തിനാ ജീവിക്കണേ? നല്ല ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. അതൊക്കെയല്ലേ ലൈഫ്. നമ്മൾ എത്രണ്ട് പണിയെടുത്ത് എത്രണ്ട് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ കഴിക്കണം, നമ്മൾ കഴിച്ച് വളരണം. നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ഈ കൊളസ്ട്രോളും ഷുഗറും അതും ഇതൊക്കെ ചിലപ്പോൾ കയറി വരുമായിരിക്കും. നല്ല രീതിക്ക് നമ്മളെ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് വരില്ല, അല്ലാത്ത ആൾക്കാർക്ക് വരുമായിരിക്കും. പക്ഷെ അതുവരെയുള്ള നമ്മുടെ ടൈം നമ്മൾ പരിപൂർണമായി നമ്മൾ ആസ്വദിക്കണം അല്ലേ. അതുകൊണ്ട് ഫുഡ് കഴിക്കണം, കഴിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മൾ UK ക്ലൈമറ്റ്. ഒരു 5 മിനിറ്റ് മുന്നേ നല്ല വെയിലാണെങ്കിൽ റോക്കി ബായ് വരുന്ന പോലെ മേ ഐ കമീൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും മഴയുടെ വരവ്. നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ച് പണിയെടുക്കാൻ ഒരു ഉന്മേഷം കിട്ടും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി എന്ത് കഴിക്കാമെന്ന് ആലോചിക്കും. എന്താ ചെയ്തല്ലേ. നിങ്ങളോട് സംസാരിച്ചിരുന്നാലേ എൻ്റെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ വീണ്ടും സന്ധിക്കുന്ന വരയ്ക്കും ബൈ ബൈ.